വിദേശ സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വിമാനമിറങ്ങി. ഇന്ന് രാവിലെ 3:15 അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. മുൻപ് തീരുമാനിച്ചതിനേക്കാൾ കുറച്ച് നേരത്തെയാണ് മുഖ്യമന്ത്രി മടങ്ങി വന്നത്. ഇന്ന് ദുബായിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാത്രമേ മുഖ്യമന്ത്രി മടങ്ങൂ എന്നായിരുന്നു നേരത്തെ അറിയിപ്പ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ഞങ്ങൾ ഉൾപ്പെടെ പല മാധ്യമക്കാർക്കും എത്തിച്ചേരാനും കഴിഞ്ഞില്ല. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രി 3:15 വെളുപ്പിനെത്തി, സന്തോഷമുള്ളൊരു കാര്യം. പക്ഷേ വളരെ നേരത്തെ അദ്ദേഹം എത്തിച്ചേരുന്നതിന് എന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ? എസ്കെൻ, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രിയുടെ ഈ വിദേശ സന്ദർശനം അതിന്റെ തുടക്കം മുതൽ തന്നെ സസ്പെൻസുകൾ കാത്തുസൂക്ഷിച്ചുകൊണ്ടായിരുന്നു ആ വിദേശ സന്ദർശനം നടന്നത്. അതിന്റെ തുടക്കം മുതൽ ആ സസ്പെൻസും ഒപ്പം തന്നെ പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ വിദേശത്തേക്ക് മുഖ്യമന്ത്രി പോകുമ്പോഴുണ്ടായിരുന്ന പ്രതികരണമായിരുന്നില്ല സംസ്ഥാനത്ത് നേതാക്കൾ ഈ സന്ദർശനത്തിന് നടത്തിയത്. വലിയ വിവാദമായിരുന്നു. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി മറ്റു സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാതെ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളൊരു വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മാത്രമല്ല, CPIM-ന്റെയും LDF കേന്ദ്രങ്ങളിൽ നിന്ന് പോലും മുഖ്യമന്ത്രിയുടെ ഈ വിദേശ സന്ദർശനം അനവസരത്തിലാണോ എന്നുള്ള ഒരു ചോദ്യവും ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ പക്ഷേ മുഖ്യമന്ത്രി ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ദുബായ് എന്നീ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനായി കുടുംബത്തിനോടൊപ്പം പോവുകയും ചെയ്തു. അതിന് നേതാക്കൾ ന്യായീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് ഈ ആദ്യഘട്ടം മുതൽ ഈ ആദ്യത്തെ മന്ത്രിസഭാ സമ്മേളനം ചേർന്നപ്പോൾ അത് സിംഗപ്പൂരിൽ വെച്ച് മുഖ്യമന്ത്രി ഈ മന്ത്രിസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ആ ദിവസം അത് ഏറ്റവും അവസാന നിമിഷം മാറ്റി ആ സിംഗപ്പൂരിലെ ഒരു ദിവസത്തെ യാത്ര ക്യാൻസൽ ചെയ്ത് അതിനുശേഷം ദുബായിലേക്ക് പോവുകയും ദുബായിൽ വെച്ചായിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തത്. അന്ന് മുഖ്യമന്ത്രി ആ യോഗത്തിൽ വെച്ച് അറിയിച്ചത് തിങ്കളാഴ്ച താൻ മടങ്ങിയെത്തും എന്നായിരുന്നു. അങ്ങനെ അറിയിച്ചതിലും 2 ദിവസം മുന്നേ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു സസ്പെൻസ് തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ മുഖ്യമന്ത്രി എത്തുമ്പോൾ DGP ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കാനെത്തും. അത്തരത്തിലൊരു സ്വീകരണവും ഇന്ന് മുഖ്യമന്ത്രിക്ക് വിമാനത്താവളത്തിൽ ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം വളരെ അവസാന നിമിഷമാണ് ഈ തീരുമാനം മാറ്റിയതും. മുഖ്യമന്ത്രി വളരെ നേരത്തെ ഇന്നലെ രാത്രിയോടുകൂടി ദുബായിൽ നിന്നും ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുകയും ചെയ്തത്. മാത്രമല്ല, ഇന്ന് അവിടെ ഒരു പരിപാടി നേരത്തെ ചാർട്ട് ചെയ്തിരുന്നതാണ്. നാളെയും അവിടെ തന്നെ തുടരും എന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ്. അങ്ങനെ നിരവധി പരിപാടികൾ മുഖ്യമന്ത്രിക്ക് അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന മരുമകൻ കൂടിയായ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഈ യാത്രയിൽ മുഖ്യമന്ത്രിക്കൊപ്പം തിരികെ എത്തിയിട്ടില്ല. ഇന്നുകൂടി അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാകും മുഹമ്മദ് റിയാസ് തിരികെ എത്തുക. ഇനി മുഖ്യമന്ത്രി നാട്ടിലെത്തിയത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനയിൽപ്പെട്ട വളരെ കുറച്ച് അംഗങ്ങൾ, കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കാനെത്തിയത്. മറ്റ് മുഖ്യമന്ത്രിക്ക് ഇനി ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൊക്കെ വിവിധ വിഷയങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് ചോദ്യങ്ങളുണ്ട്. അതിലൊക്കെ മുഖ്യമന്ത്രി മറുപടി പറയുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മുഖ്യമന്ത്രിയുടെ ഈ വിദേശയാത്ര അനവസരത്തിലുള്ളതായിരുന്നോ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന സോളാർ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് മുൻപിൽ വെക്കേണ്ടതുണ്ട്. അതിന് എന്ത് മറുപടി പറയും? അതിലൊരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം മുന്നിലുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി ഇനി മറുപടി പറയേണ്ടി വരും. അതിന് ഏതെങ്കിലും തരത്തിലൊരു വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സലീം മാലിക്.